എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എക്സാം ഹാളിൽ നിന്നും കോപ്പി പിടിച്ചാൽ തുടർന്നുണ്ടാകുന്ന പ്രക്രിയകൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു വിദ്യാർത്ഥി എക്സാം ഹാളിൽ നിന്നും കോപ്പി പിടിച്ചു. എക്സാം ഹാളിന് ചുമതലയേറ്റ അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും മറ്റു തരത്തിലുള്ള കോപ്പികൾ പിടിച്ചു. അപ്പോൾ ആ കോളേജിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ചുമതലയുള്ള ഒരു അധ്യാപകനുണ്ടാവും. ആ അധ്യാപകരിൽ നിന്നും നമ്മുടെ സമ്മതം വാങ്ങുന്ന ഒരു പേപ്പർ സൈൻ കോപ്പി അടിച്ച വിദ്യാർത്ഥിയുടെ സൈനും പേരും ഒപ്പും രജിസ്റ്റർ നമ്പറും വാങ്ങിക്കുന്നു. അതിനുശേഷം 1, 2, 3 ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ തെളിവും, അതായത് കോപ്പി നമ്മൾ അടിച്ച ആ പേപ്പറും പിന്നെ ഈ നമ്മളെ എക്സാം ആൻസർ ഷീറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നു. അത് പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-3 മാസത്തിനുള്ളിൽ മെമ്മോ ആയിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് മെമ്മോ ആയിട്ട് നമ്മൾ കോപ്പി അടിച്ചിട്ട് പിടിക്കപ്പെട്ടു എന്ന് മെമ്മോ ആയിട്ട് വരുന്നു. കോപ്പി അടിച്ച് പിടിക്കപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാതെ തടയാൻ നോക്കണം. ചുമതലയുള്ള അധ്യാപകനെ കൺവിൻസ് ചെയ്യണം. എന്നാൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാതെ തന്നെ നമുക്ക് ആ കോപ്പി അതായത് അതിൻ്റെ ബാൻ പീരീഡിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഇനി അഥവാ അതിനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അടുത്ത യൂണിവേഴ്സിറ്റി പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റായിട്ട് 2-3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് മെമ്മോ വരികയും അതിനുശേഷം നമ്മൾ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും നമ്മൾ കോപ്പി അടിച്ച് എന്ന് സമ്മതപത്രം വാങ്ങി അവിടെ വെക്കുകയും ചെയ്യുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് കോപ്പി അടിച്ചതിൻ്റെ ഫൈനായിട്ട് 3000 അതിന് മേലെയുള്ള തുക നമ്മൾ അടയ്ക്കേണ്ടി വരികയും അടച്ചതിന് ശേഷം അതിന് യൂണിവേഴ്സിറ്റി പോയി അടച്ചിട്ട് ശേഷം നമുക്ക് എക്സാം എഴുതാം എന്ന 1 ഇയറോ 3 വർഷമോ നമുക്ക് ബാൻ ചെയ്തിട്ടുള്ള അടുത്ത മെമ്മോ, അങ്ങനെ 3 മെമ്മോയാണ് വരിക. ആ 3ാമത്തെ മെമ്മോയും കൂടി വരികയും ചെയ്യും. അതായത് നമുക്ക് എക്സാം എഴുതാം എന്നുള്ള ഓർഡറുമായിട്ടുള്ള 3rd മെമ്മോ വരികയും ചെയ്യും. അതാണ് യൂണിവേഴ്സിറ്റി പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോപ്പി അടിച്ചിട്ടില്ല, അതായത് നമ്മുടെ കയ്യിൽ നിന്നല്ല, അല്ലെങ്കിൽ എക്സാം ഹാളിലെ അധ്യാപകൻ നമ്മളെ പക വീട്ടുകയാണ് എന്ന വിധത്തിൽ നമുക്ക് ഹിയറിങ്, അതായത് നമ്മുടെ പക്കലിൽ നിന്നും കോപ്പി അടിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഹിയറിങ്ങിന് വേണ്ടി ഫസ്റ്റ് മെമ്മോ വരുമ്പോൾ തന്നെ നമുക്ക് ഹിയറിങ്ങിന് വേണ്ടി, അതായത് എതിർത്തുകൊണ്ട് നമുക്ക് അവിടെ ഹിയറിങ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഹിയറിങ് വരുമ്പോൾ നമുക്ക് കോപ്പി അടിച്ച പീരീഡ് 1 ഇയർ ആണെങ്കിലും അത് 2-3 വർഷങ്ങൾ എടുക്കാം. ഈ ഹിയറിങ്ങിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ നമ്മുടെ ഭാഗത്തല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്, നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രധാനമായിട്ടും എക്സാമിൻ്റെ ബാനിങ് പീരീഡ് എന്ന് പറയുന്നത് അത് 1 ഇയർ ആകാം, ചിലപ്പോൾ 3 വർഷം ആകാം, അതായത് 1 വർഷമോ 3 വർഷമോ ആകാം. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഒരു വട്ടം നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചാൽ പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി 1 വർഷമാണ് നൽകാറുള്ളത്. നമ്മളടുത്ത് വീണ്ടും പിടിച്ച് അതായത് നമുക്കൊരു വട്ടം വാണിങ് നമുക്ക് 1 ഇയർ തന്ന് അതിനുശേഷം നമ്മളടുത്ത് നിന്ന് വീണ്ടും പിടിച്ചാൽ 3 വർഷമെങ്കിലും നമുക്ക് ബാൻ കിട്ടാവുന്നതാണ്. ഈ ബാനിങ് പീരീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 3rd ഇയർ വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്ക് എക്സാം എഴുതേണ്ടത് നമ്മളെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളോടൊപ്പം ആയിരിക്കും എക്സാം എഴുതേണ്ടത്. നമ്മളെ ഫസ്റ്റ് സെമ്മിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾ 3rd ഇയർ കഴിയുന്നതിന് മുമ്പും എക്സാം എഴുതാം. സെക്കൻഡ് സെമ്മിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾ 3rd ഇയർ കഴിഞ്ഞ് ആ വർഷത്തിൽ തന്നെ എക്സാം എഴുതാം. പക്ഷേ കോളേജ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. 3rd സെം ആണെങ്കിൽ നമ്മൾ കോളേജ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ എഴുതാം. അങ്ങനെ ഇയറിൽ വ്യത്യാസം വരും. 1 ഇയർ ആണ് പ്രധാനമായിട്ടും ബാനിങ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള കോപ്പികളാണ് പിടിക്കപ്പെടാൻ ചാൻസസ് കൂടുതൽ എന്നുള്ളത്. നമ്മുടെ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണെങ്കിൽ അത് അത്ര കണ്ട് സീരിയസ് ഇല്ലാത്തതാണെങ്കിലും അതും കോപ്പിയായി കണക്കാക്കാവുന്നതാണ്. അത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കോപ്പി, അതിന് ബാനിങ് പീരീഡ് ഉണ്ടാവില്ല, പക്ഷേ അതിന് ഫൈൻ ഉണ്ടാവും. 3000 തൊട്ട് മുകളിലേക്കുള്ള ഫൈനുകൾ വരാവുന്നതാണ് നമ്മൾ ഹാൻഡ് റിട്ടൺ കോപ്പികളാണെങ്കിൽ. മറ്റുള്ള മൈക്രോ പ്രിൻ്റ് കോപ്പികളാണെങ്കിൽ അതിന് 1 വർഷം മുതൽ 3 വർഷം വരെ ഫൈനോട് കൂടി നമുക്ക് ബാനിങ് ഉണ്ടാവുന്നതാണ്. പിന്നെ
ഈ കോപ്പി അടിച്ച് നമുക്ക് റിസൾട്ട് വന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഈ സർട്ടിഫിക്കറ്റിനെ ഈ കോപ്പി ബാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് പല വിദ്യാർത്ഥികളും. യൂണിവേഴ്സിറ്റിയുമായി അത് ബന്ധപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നോർമലി എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്ന പോലെയുള്ള സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. എക്സാമിൽ ഫെയിലായാൽ സപ്ലി കിട്ടിയാൽ 1 ഇയർ വെറുതെ കളയേണ്ട ആവശ്യമില്ല. മറ്റത് കോപ്പി അടിച്ച് പിടിച്ചാൽ 1 ഇയർ വെറുതെ പോകും. സപ്ലി അടിച്ചാൽ നമുക്ക് ആ വർഷം തന്നെ വേണമെങ്കിൽ എഴുതാം. സപ്ലി കോപ്പി അടിച്ച് പിടിച്ചാൽ ചിലപ്പോൾ ഈ 1 ഇയർ തന്നെ നമുക്ക് നഷ്ടപ്പെടും.